നിക്ഷേപ തുക തിരികെ കിട്ടാത്തതിനാൽ പത്തനംതിട്ട പെരുന്നാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെ നിക്ഷേപകർ നടത്തുന്ന സമരം ഉദ്ഘാടനം ചെയ്യാനാണ് PC ജോർജ് എത്തിയത്. പൂഞ്ഞാറിന്റെ ഗർജിക്കുന്ന സിംഹം എന്ന മുദ്രാവാക്യം വിളിച്ച് നിക്ഷേപകർ PC ജോർജിനെ വരവേറ്റു. പ്രസംഗത്തിനിടെ മൈക്കിന് ചെറിയൊരു തകരാറ്. ഇതാണോ ഇതിലാരും തൊട്ടില്ല. പിന്നെ ആയിക്കോട്ടെ. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ CPIM തകർത്ത് തരിപ്പണമാക്കുന്നു എന്ന് വിമർശനം. ഞാനിത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കേരളത്തെ സഹകരണ പ്രസ്ഥാനത്തെ മുഴുവൻ ഒരു പരുവാക്കി മാറ്റണമെന്ന് തീരുമാനമെടുത്ത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് ഇന്ന് പത്രവാർത്തകളുടെ ദേശാഭിമാനം ഉൾപ്പെടെ എടുത്തോളൂ, കണ്ടോളൂല്ലോ. ED കേസെടുത്തപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിമാരായിരുന്ന 3 പേര് വന്നു, പോട്ടെ. MLA വന്നു, MP വന്നു, അതും പോട്ടെ. ഇന്ന് വരെ കേൾക്കാത്ത ഒരു ചരിത്രം. മാർക്സിസ്റ്റ് പാർട്ടി അതിലൊരു പ്രതിയാണ്, മനസ്സിലായില്ലേ? ആ കേസിൽ FIR ED സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ കേസിലെ ഒരു കക്ഷി എന്ന് പറയുന്നത് CPM രാഷ്ട്രീയ പാർട്ടിയാണ്, അല്ലാതെ മെമ്പർമാരല്ല. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി വർഗീസ് ഉൾപ്പെടെ പ്രതിയാണ്. എത്ര രൂപയാണ് കൊടുക്കാനുള്ളത്? ഏകദേശം 128 കോടി രൂപയാണ് കട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മാസത്തിനകം നിക്ഷേപകർക്ക് പണം തിരികെ കൊടുത്തില്ലെങ്കിൽ ബാങ്ക് പ്രസിഡന്റ് CPIM ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ PS മോഹനനെ വീട്ടിൽ കിടത്തി ഉറക്കില്ലെന്ന് ഭീഷണി. ഇപ്പൊ ഇവിടെയുള്ള ആളുകൾ കൊടുത്ത പണം എവിടെ പോയി? പണം പറയണ്ടേ? മോഹനോട് വളരെ സ്നേഹബുദ്ധിയ, വളരെ സ്നേഹത്തോട് ഞാൻ പറയുന്നു, എളിമയോടുകൂടി പറയുന്നു, ഒരഹങ്കാരമില്ലാതെ പറയുന്നു. ഒരു മാസത്തിനകം ഡെപ്പോസിറ്റ് ചെയ്ത മുഴുവൻ പാവങ്ങളുടെ പണം തിരികെ കൊടുത്തില്ലേ നിന്നെ വീട്ടിൽ കിടത്തി ഉറക്കുന്ന പ്രശ്നമില്ല, പറഞ്ഞേക്കാം. പണം ഉറങ്ങാമെന്നൊന്നും വിചാരിക്കണ്ട. നിന്റെ പോലീസൊക്കെ കൈവച്ചാൽ മതി. ഇതിന് ഒത്തിരി പോലീസൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് പറയുക, നീ വീട്ടിൽ കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ച് നടക്കണ്ട. ആ പണം, ഈ പാവങ്ങളുടെ പണം മുഴുവൻ കൊടുക്കണം. ഇവിടെ കുറയേണ്ടവനെങ്ങനെ സഹകരണ പ്രസ്ഥാനം മുഴുവൻ തകർന്ന് തരിപ്പണമാക്കി കൊള്ളയടിച്ച് കൊണ്ടുപോവുക. ആരും ചോദിക്കാനില്ല, പറയാനില്ല. ഇവന്റെയൊക്കെ കാല് വെട്ടുന്ന നടപടിയിലേക്ക് ജനം നീങ്ങുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നിക്ഷേപകരുടെ ഒപ്പം തുടർ സമരങ്ങൾക്ക് താൻ ഉണ്ടാകും എന്ന് വാക്ക് നൽകിയാണ് PC ജോർജ് മടങ്ങിയത്. ബാങ്ക് ഭരണസമിതിക്കെതിരെ കഞ്ഞിവെച്ചാണ് നിക്ഷേപകർ പ്രതിഷേധിച്ചത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.